പാലക്കാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് രാജിക്കൊരുങ്ങിയിരിക്കുകയാണ് ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ള നേതാക്കൾ. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൗൺസിലർ കൂടിയായ സാബുവിനെ ബി.ജെ.പി അധ്യക്ഷനാക്കണമെന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ധാരണ അനൌദ്യോഗികമായി ഉണ്ടായിരുന്നു. എന്നാൽ അത് അട്ടിമറിക്കുകയാണ്. എന്നാൽ പാലക്കാട് തോൽവിക്ക് കാരണം മറുവിഭാഗമാണ് എന്ന് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 9 കൗൺസിലർമാർ നാളെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകും. വിമത യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രധാന ആക്ഷേപം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുവെന്നും പാലക്കാട്ടെ മുതിർന്ന ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാർ തന്റെ ബനാമിയെ തിരികെ കയറ്റി എന്നുമാണ് പ്രധാന ആക്ഷേപം. അതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന ബി.ജെ.പി കൗൺസിലർമാരെ മറുകണ്ഠം ചാടിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ബി.ജെ.പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും വിമത കൗൺസിലർമാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ നഗരസഭ ബി.ജെ.പിക്ക് നഷ്ടമാകും. പാലക്കാട്ടെ 52ാം ഭരണസമിതിയിൽ ബി.ജെ.പി 28, യു.ഡി.എഫ് 16, CPM 7, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 9 പേർ രാജിവെക്കുന്നതോടെ ബി.ജെ.പിയുടെ അംഗബലം 19 ആകും. എങ്കിലും യു.ഡി.എഫും CPM-ഉം ഒരുമിച്ചില്ലെങ്കിൽ ബി.ജെ.പിക്ക് ഭരണം തുടരാൻ സാധിക്കുകയും ചെയ്യും. കൗൺസിലർമാർ രാജിവെക്കാതെ അവിശ്വാസം കൊണ്ടുവന്നാൽ അത് ബി.ജെ.പിക്ക് തിരിച്ചടി തന്നെയാണ്. ഇതിനുവേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ പാലക്കാട് ബി.ജെ.പിയിലെ പ്രശ്നങ്ങളിൽ അനുനയത്തിന് RSS ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ കൗൺസിലർമാർക്ക് എന്ത് തീരുമാനവും എടുക്കാം എന്നുള്ള അവസ്ഥയിലാണ്. കൗൺസിലർമാർ രാജിവെക്കുന്നതും തങ്ങൾ RSSനൊപ്പമാണ് എന്നുള്ള സന്ദേശം നൽകാനാണ് എന്നും സൂചനയുണ്ട്. അല്ലാത്ത പക്ഷം അവിശ്വാസത്തിന് പോയാൽ പോരെ എന്നാണ് അവരുടെ ചോദ്യവും.